അപ്പൊ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മ ലക്ഷദ്വീപ് പോയതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം സ്കൂബ ഡൈവിംഗ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം അല്ല, അന്ന് വൈകിട്ടാണല്ലേ, സോറി അന്ന് വൈകിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ട് അന്ന് വൈകിട്ട് കയാക്കിങ് ചെയ്ത്. കയാക്കിങ് അമ്മ ചെയ്തല്ലോ. അമ്മ വേറെ ആരും അമ്മ ചെയ്തപ്പോ വീഡിയോ എടുത്തില്ല, പക്ഷെ വേറെ ആരും ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ബാക്കി ഇരിക്കുന്ന ആളാണ് തൊഴിൽ. പിന്നെ വന്നപ്പോ ഫിഷ് ബിരിയാണി ഞാൻ വെച്ച് ബിരിയാണി ആയിരിക്കും. ഫിഷ് ബിരിയാണി അത് കഴിക്കുന്ന വീഡിയോ ആരും എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടാണ് ശരിക്കും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവിംഗ് ഒക്കെ അതേപോലെ. പക്ഷെ ഇവരൊരു ബോട്ട് ഉണ്ട്, ആ ബോട്ടിന്റെ അടിയിൽ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ നമുക്ക് ഇതിനകത്തുള്ള മീനുകളെ എല്ലാം കാണാം. അപ്പോഴമ്മ ചെറിയ വ്ളോഗ് എടുക്കണമെന്ന് ചെറിയ വീഡിയോ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാ മീനുകളും നമുക്ക് കാണാം. ഫോൺ അവിടെ വെക്കാൻ പറഞ്ഞു. അതെ, ഫോൺ അവിടെ വെക്കാൻ പറഞ്ഞു. ഈ മീനുകള്, ആ മീനുകളാണ് മണ്ണ് പാറക്കല്ലുകൾ കൊത്തിപ്പൊടിച്ചവിടെ മണ്ണാക്കി. അതിന്റെ ഒരു ഐലൻഡിലോട്ടാണ് പോയത്, ചെറിയൊരു ഐലൻഡ്. ഈ ഐലൻഡിലാണ് ഒരു അശോക സ്തംഭം ഉള്ളത്. നമ്മുടെ കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ ഒരു സിമ്പലായിട്ട് അശോക സ്തംഭം അവിടെ ഉണ്ടാകും. അവിടെ ഒരു കടല് കഴിഞ്ഞിട്ട് ഒരു മൺട്ര, നമ്മുടെ ഇവിടുത്തെ കൊല്ലത്ത് മൺട്രോത്തുരുത്തൊക്കെ കാടാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് വേറെ സ്ഥലമാണ്. അവിടെ വെച്ച് ഞാൻ ആ കുട്ടിയെ കുട്ടിയല്ല, മറ്റേ ഫോട്ടോ എടുക്കുന്ന അവിടെ. അപ്പൊ ഈ കപ്പിൾസിനാണ്, ഈ കൊച്ചിനാണ് അമ്മ നേരത്തെ പിടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കപ്പിൾസിന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവം ഉണ്ടായിരുന്നു. അതൊരു കിടില സാധനം. അതായത് രണ്ടുപേരും മണ്ടയ്ക്ക് ഇരുന്നിട്ട് ഒരു പാറയുടെ ഹോളില് അടിയിൽ ക്യാമറമാൻ നിന്നിട്ട് ഈ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് സെറ്റപ്പ് ആയിരുന്നു. അത് അമ്മ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ തന്നെ തിരിച്ചു വരുമ്പോ ആ ബോട്ടിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്. അന്ന് ഇത് മാത്രമേ അമ്മ രാത്രി ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. രാത്രി അവിടത്തെ പിന്നെ എന്താ പാലപ്പവും പിന്നെ ചോറിലൊക്കെ ചോറ്. അമ്മ എന്താ കഴിച്ച പിന്നെ മീൻ അതിന്റെ ലാസ്റ്റ് ദിവസമാണ്. ഇതല്ലേ ലാസ്റ്റ് ദിവസം. അതൊരു കാണാൻ പറ്റുമെന്നൊരു പേര് ഈ ഐലൻഡ് ഡ്രീംസ് പാരഡൈസ് ഹട്ട് അവിടെ നമ്മൾ താമസം. അപ്പൊ അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അപ്പൊ ദോശ സാമ്പാർ ചമ്മന്തിക്കറി എല്ലാം കഴിച്ച് ഇറങ്ങി വന്നു. മെയിനായിട്ട് അവിടത്തെ തെങ്ങുകള്, തെങ്ങെന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ തെങ്ങിൽ ഒരാള് കേറുന്ന വീഡിയോ എടുത്തു. അവര് കേറുന്ന ആ ഒരു ട്രിക്ക്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി നമ്മള് തെങ്ങുകളാണ്, തെങ്ങുകളുടെ കൂട്ടങ്ങളിൽ കൂടി ഇങ്ങനെ വരികയാണ്. തെങ്ങൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വിളിക്കാൻ വന്ന് വണ്ടിയിൽ കയറി അകത്ത് എയർപോർട്ടിൽ പോയി. അകത്ത് കയറി അതാര് ഹായ് കാണിച്ച നമ്മളെ എത്ര ദിവസം നമുക്ക് ഫുഡൊക്കെ തന്ന അകത്ത് അവിടുത്തെ വീഡിയോ എയർപോർട്ടിനകത്തുള്ള ടിവിക്കകത്ത് എന്തെങ്കിലും വീഡിയോ കാണിക്കുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് ചെയ്യുമ്പോ കണ്ടായിരുന്നു. ഭയങ്കര ചെറിയൊരു ഫ്ലൈറ്റ്, എത്ര 50-100 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറി ലക്ഷദ്വീപിനോട് ബൈ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അകത്ത് കയറി അവിടുത്തെ ബുക്കൊക്കെ വായിച്ചു, റോസ്റ്റർ സെന്ററായി കൊണ്ട് തന്നു. അപ്പൊ ലക്ഷദ്വീപിന്റെ ആ ഒരു കളർ വ്യത്യാസം കാണാം. ഇവിടെ ഒരു പ്ലെയിനിൽ കയറിയപ്പോഴത്തേക്ക് നീലക്കടലും പച്ചക്കടൽ ലക്ഷദ്വീപ. അവിടെ നിന്ന് അങ്ങനെ ഒരു വീണ്ടും 1.5 മണിക്കൂർ ഉറങ്ങിയില്ല. അപ്പൊ അങ്ങനെ കൊച്ചിയിലെത്തി അകത്ത് കയറി കേരളത്തിൽ ചെക്കിങ് ചെയ്ത്. അപ്പോഴാണ് കഴിച്ച് അമ്മ ഈ എയർപോർട്ടിൽ നിൽക്കണ വീഡിയോ എടുത്ത്. അതുവരെ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല. കൊച്ചിന്ന് ഇറങ്ങി പിന്നെ ലക്ഷദ്വീപ് ട്രിപ്പ് കഴിഞ്ഞ്. പക്ഷെ അവര് കൊച്ചിയിലിപ്പോ രാവിലെ എത്തിയില്ലേ? കൊച്ചിയിൽ രാവിലെ എത്തി, പക്ഷെ വൈകിട്ട് എന്തോ ആയിരുന്നു ട്രെയിൻ. വന്ദേ ഭാരതിലാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പൊ അതുവരെ വൈകിട്ട് ഒരു ലാഗ് ഉള്ളതുകൊണ്ട് അവരവിടെ കൊച്ചി മെട്രോയിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ എന്താണ് അവിടെ ഒരു കാർണിവൽ, എന്താണ് ഫെസ്റ്റ്
ബസ് കാണാൻ പോയി. അതല്ല, കൊച്ചിയിൽ അവിടെ കുറെ പാമ്പ്, ഈ ആനിമൽസ്, ബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ചെറിയൊരു കാർണിവൽ ടെസ്റ്റ് നമ്മളൊക്കെ നടത്തുന്ന തന്നെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ട് വന്ന് അപ്പം തിരിച്ച് കൊച്ചിയിൽ ഇറങ്ങി വന്ന് കൊച്ചിയിലെ കുറെ മേളയെ ടെസ്റ്റ് കൊച്ചി മൊത്തം ജസ്റ്റ് ഒന്ന് കറങ്ങി മെട്രോയിലൊക്കെ കയറി കണ്ട് എന്നിട്ട് തിരിച്ച് വന്ന് തന്നെ രാത്രി എത്ര മണിക്കായിരുന്നു അവിടെ നിന്ന്? ഒരു 8 മണിക്ക് അവിടെ നിന്ന് വന്ദേ ഭാരതിലാണ് ഏകദേശം വന്നത്. വന്ദേ ഭാരതിന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഒരു 12 മണിക്ക് മുമ്പേ തിരിച്ച് വീടെത്തി. അവിടെ നിന്ന് കൊച്ചിയിൽ മേളയൊക്കെ കറങ്ങി കണ്ട് മെട്രോ ഒക്കെ കണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് തിരിച്ച് വന്ദേ ഭാരതിലങ്ങ് തിരിച്ചു വന്ന് വന്ദേ ഭാരതിലാണ് വന്നത്. കൊച്ചിയിൽ തിരിച്ച് ട്രിവാൻഡ്രം ചിറങ്കീഴ് വർക്കല ഇറങ്ങിയില്ലേ, വർക്കല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി തിരിച്ച് വീട്ടിൽ വന്നു. അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല, വന്ദേ ഭാരതി കയറുന്ന വരെ അമ്മ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഉറക്കുമായിരുന്നു. വന്ദേ ഭാരതി കയറി ട്രിവാൻഡ്രത്താണ് ഇറങ്ങിയത്. ട്രിവാൻഡ്രത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി പൊരാണി ഇറങ്ങി. എന്നിട്ട് മോനെ വിളിച്ച് അങ്ങനെ ട്രിപ്പിനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് അതായത് ശരിക്കും ഒരു ദ്വീപൊക്കെ കാണാൻ പറ്റി. അവിടുത്തെ ആൾക്കാർ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹമുള്ളവരാണ്. അവരൊന്ന് വണ്ടി ഒന്ന് ലോക്ക് ചെയ്തല്ല അകത്തേക്ക് താക്കോൽ എടുത്തുകൊണ്ട് പോയെന്നില്ല. പുറത്ത് റോഡിൽ തന്നെ വണ്ടി ലോക്ക് ചെയ്ത് താക്കോൽ അതിൽ തന്നെ വെച്ചേക്കാണ് ചെയ്യുന്നത്. പിന്നെ അയലൊക്കെ ചുറ്റുമതിലുകളൊന്നും ഇല്ല, കാക്കയില്ല, പൂച്ചയില്ല. മീനൊക്കെ ഉണക്കുന്നത് അയല് വെറുതെ അങ്ങ് ഇട്ടേക്കാണ്. കാക്കയൊന്നും വന്ന് എടുക്കാനില്ല, പാമ്പുകളോ ഒന്നുമില്ല. പിന്നെ എല്ലാ അയൽവക്കക്കാരും ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് അപ്പുറം ഇപ്പുറം എല്ലാ വീട്ടുകാരും അപ്പുറം ഇപ്പുറം അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കും, ഇവിടെ നിന്ന് അവിടെ ചെന്നിരിക്കും. പിന്നെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ചിന്റെ ഫ്രണ്ടിലെല്ലാം ചെറിയൊരു പാടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ജെൻസൊക്കെ ഒരുവിധം അതിന് പുറത്ത് വന്നിരിക്കും. പിന്നെ തേങ്ങ വീണ് കഴിഞ്ഞാൽ അവരുടെ പറമ്പിലെ തേങ്ങകളൊന്നും ആരും എടുക്കാം. അത് കേരളത്തിലെ കാര്യങ്ങളാണ്. അതെ 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 അത് നമ്മളവിടെ ചോദിച്ചു, തേങ്ങ ഇത്രയും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും വില കൂടി നിൽക്കുമ്പോഴത്തേക്കും അവിടെ തേങ്ങയ്ക്കും എണ്ണയ്ക്കൊക്കെ വില കുറവുണ്ടോ എന്നുള്ള ചോദിച്ചു. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അവർ തന്ന നമുക്ക് തന്ന സ്വീകരണമായിരുന്നു. നമ്മൾ ചുമ്മാ വൈകുന്നേരത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയാലും നമുക്ക് ആരെയും പേടിക്കാനില്ല. അവിടെ സന്ധ്യയ്ക്കാണ് ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒക്കെ. പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരുപാട് ലക്ഷദ്വീപിലേതായ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. ലക്ഷദ്വീപിന്റെ ആ ഒരു സ്റ്റോണിന്റെ മാഗ്നറ്റ് ഉണ്ടല്ലോ, അത് കക്കയും ചിപ്പിയൊക്കെ വെച്ചിട്ടുള്ള അതൊരു കുഞ്ഞു ഷോപ്പ് അതിൽ നിന്നാണ് കിട്ടിയത്. അടിപൊളിയായിരുന്നു. അമ്മ ലക്ഷദ്വീപ് ട്രിപ്പിനെ കുറിച്ചിട്ടായിരുന്നു വീഡിയോ. സംഭവം വെക്കേഷനാണ് അമ്മ പോയത്. ഇപ്പൊ സ്കൂൾ തുറന്നിട്ട് കുറച്ചാളെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ടൈം കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയാണ് ഇന്ന് വീഡിയോ എടുത്ത. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.